ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യവ്യാപക പ്രതിഷേധത്തിന് വേദിയാവുകയാണ് ഇറ്റലി. രാജ്യത്തെ ഡസൻ കണക്കിന് നഗരങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി ഇറ്റാലിയൻ ഭരണകൂടത്തോട് ഫലസ്തീനൊപ്പം നിൽക്കാൻ ആവശ്യപ്പെടുന്ന മനോഹരമായ കാഴ്ചയാണ് ലോകത്തിപ്പോൾ കാണാനാവുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ഇറ്റലിയിലെ സ്കൂളുകൾ അടച്ചു, ട്രെയിനുകൾ തടസ്സപ്പെട്ടു, രാജ്യത്തുടനീളം തുറമുഖങ്ങളും റോഡുകളുമെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. UK, ഓസ്ട്രേലിയ, പോർച്ചുഗൽ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഞായറാഴ്ച ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച UN പൊതുസഭയിൽ ഫ്രാൻസും മറ്റ് നിരവധി രാജ്യങ്ങളും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് മുന്നോട്ട് വരുന്നതിനിടെയാണ് യൂറോപ്പ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇറ്റലി വേദിയാവുന്നത്. ഇതുവരെ ഫലസ്തീന് വേണ്ടിയുള്ള ഏകോപിത നീക്കത്തിൽ നിന്ന് ഇറ്റലി അകന്നു നിൽക്കുകയാണ്. ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് അതിനെ അംഗീകരിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി ജോർജിയ മെലോണി മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ഗസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇറ്റാലിയൻ, യൂറോപ്യൻ യൂണിയൻ സർക്കാരുകളുടെ നിഷ്ക്രിയത്വം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഗസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇറ്റലിയിലുടനീളമുള്ള യൂണിയനുകൾ തിങ്കളാഴ്ച 24 മണിക്കൂർ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. മിലാൻ മുതൽ പലേർമ വരെ രാജ്യത്തുടനീളമുള്ള കുറഞ്ഞത് 75 മുനിസിപ്പാലിറ്റികളിലെങ്കിലും ഇറ്റാലിയൻ ജനത തെരുവിലിറങ്ങി. ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു വേദിയായി ഇറ്റലിയെ ഉപയോഗിക്കുന്നെന്ന ആശങ്കയെ തുടർന്ന് വിവിധ നഗരങ്ങളിൽ ഡോക്ക് തൊഴിലാളികൾ തുറമുഖങ്ങൾ ഉപരോധിച്ചു. റോമിൽ ടെർമിനി ട്രെയിൻ സ്റ്റേഷന് പുറത്ത് 20,000-ലധികം ആളുകൾ പലസ്തീൻ പതാകകൾ വീശിയും സ്വതന്ത്ര പലസ്തീൻ എന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചും തടിച്ചുകൂടി. എല്ലാം തടയാമെന്ന മുദ്രാവാക്യമുയർത്തി പൊതുപണിമുടക്കിൽ പങ്കെടുത്തവർ ഇസ്രായേലുമായുള്ള വാണിജ്യ സൈനിക സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ നാവിക ഉപരോധം തകർക്കാനും ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനും ശ്രമിക്കുന്ന 50-ലധികം ചെറുബോട്ടുകളുടെ അന്താരാഷ്ട്ര സംരംഭമായ ഗ്ലോബൽ സുമുദ് ഫോർട്ടിലേക്ക് പിന്തുണയും സമരക്കാർ പ്രഖ്യാപിച്ചു. അതേസമയം ഗസയിലെ വംശഹത്യ ഏകദേശം 2 വർഷം തികയുമ്പോൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരികയാണ്. തിങ്കളാഴ്ച ന്യൂയോർക്കിൽ നടന്ന ലോക ഉച്ചകോടിയിൽ ഫ്രാൻസാണ് ഏറ്റവും ഒടുവിലായി ഫലസ്തീനെ അംഗീകരിച്ചത്. ഞായറാഴ്ച ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ഈ ചരിത്രപരമായ നീക്കം നടത്തിയിരുന്നു. ന്യൂയോർക്കിൽ നടക്കുന്ന വാർഷിക ഐക്യരാഷ്ട്ര പൊതുസഭ യോഗത്തിന് മുന്നോടിയായി നടന്ന ഉന്നതതല ഉച്ചകോടിയിലാണ് ഫ്രാൻസ് ഉൾപ്പെടെ 6 രാജ്യങ്ങളിലെ നേതാക്കൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ നീക്കം നടത്തിയത്. തിങ്കളാഴ്ച ന്യൂയോർക്കിൽ സൗദി അറേബ്യയുമായി സഹകരിച്ച് യോഗം ചേർന്ന ഫ്രാൻസിനൊപ്പം അൻഡോറ, ബെൽജിയം, ലക്സംബർഗ്, മാൾട്ട, മൊണോക്കോ എന്നീ രാജ്യങ്ങളും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഈ വർഷം ഏപ്രിൽ മുതൽ ഫലസ്തീൻ രാഷ്ട്ര പദവി ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങളുടെ എണ്ണം ഇതോടെ 147ആയി. 193 രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യങ്ങളായി ഉള്ളത്. ആകെ അംഗരാജ്യങ്ങളിൽ 76% ഇതോടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങളായി. കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്.